നിങ്ങൾ നല്ല ഫ്രണ്ട്സാണെന്നൊക്കെ എനിക്കറിയാം. ഇതിപ്പോൾ എനിക്ക് വേണ്ടി കെവിൻ തന്നെ നന്ദനോടൊന്ന് ചോദിക്കണം, ഋഷിയെ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന്. അല്ല സാർ, ട്രാൻസ്ഫറിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട്. ട്രാൻസ്ഫറും ഋഷിയും തമ്മിൽ കുരുങ്ങിക്കിടക്കുവാണല്ലോ കെവിൻ. താൻ ചോദിക്ക്, നന്ദൻ പറയും. സാർ, നന്ദനി പറയുന്ന ഋഷിയെ കണ്ടിട്ടില്ലായിരുന്നു. അത് കെവിൻ എങ്ങനെ അറിയാം? സാറെന്താ സംശയിക്കും പോലെ ചോദിക്കുന്നത്? നിങ്ങളെ സോറി, നന്ദനെ സംശയിച്ചാന്ന് ആരാ പറഞ്ഞേ? ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. ഒരു മിനിറ്റ്, ഒരു അർജന്റ് കേസ് വിട്ടുപോയി. നോർത്ത് സി അരുണല്ലേ? അതെ സർ. ഇന്നലെ പിടിച്ച രമണി മട്ട കേസിലെ പ്രതിയുടെ അവസ്ഥ എന്താ? അവസ്ഥ മോശമാണ്, എന്നാലും ബോധം വന്നിട്ടുണ്ട് സർ. ഇനി പച്ചവെള്ളം കൊടുത്തേക്കരുത്. ഇല്ല സർ, ഈ കുരിക്കുന്നവൻ രക്ഷപ്പെടില്ല. 3 or 4 മുറ ഏതായാലും വേണ്ടില്ല, അവനെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കുറ്റം സമ്മതിപ്പിച്ചിരിക്കണം. സർ. നന്നായിട്ട് പെരുമാറിക്കൂ. ശരി സർ. പിന്നെ ആ CC ക്യാമറയൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്ക്. തീർച്ചയായും സർ, ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ട്. ചത്തുപോകാതെ നോക്കണേ. അത് നോക്കിക്കോളാം സർ, ഇന്നവൻ കുറ്റം സമ്മതിക്കും. ശരി. കേട്ടോ മിസ്റ്റർ കെവിൻ, പ്രതികളെ തല്ലണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ അവർ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നന്ദൻ പറയും, കുറ്റവാളികളെ തല്ലുന്നത് തെറ്റാണോ? നന്ദൻ ചോദിച്ചു കേട്ടില്ലേ? കുറ്റം ചെയ്തവരെ ചവിട്ടിക്കൂട്ടി ഭിത്തിയിൽ ഒട്ടിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. സാർ, നന്ദൻ പാവമാണ്, അവനോടെന്തിനാ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? ഓക്കെ, എങ്കിൽ കെവിനോട് ചോദിക്കും, കുറ്റവാളികളെ പോലീസ് എന്ത് ചെയ്യണം? ഉദാഹരണമായി നന്ദൻ ഋഷിയെക്കുറിച്ച് ചോദിക്കുന്നതിനൊന്നും ഉത്തരം പറയുന്നില്ല. 16-ാം തീയതി നന്ദനും കെവിനും ഋഷിയെ കണ്ടിരുന്നു. കെവിൻ മറുപടിയില്ലേ? സാർ, ഞങ്ങൾ അപമാനിക്കുമ്പോഴത്തെ ചോദ്യങ്ങളാണ് സാർ ചോദിക്കുന്നത്. എനിക്കും നന്ദനും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഞങ്ങളെന്ത് പറയാനാ? എൻ്റെ കെവിൻ, സ്ഥലം MLA ദേവിക മാഡം എന്നെ വിളിച്ച് ഋഷി കേസ് പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞ് പ്രഷർ തരുക. MLAക്ക് റിപ്പോർട്ട് കൊടുക്കണ്ടേ? അപ്പം നടന്നൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞേക്ക്. സാറേ, ഇത് ശരിയല്ല. ഇങ്ങനെയാണോ ഞങ്ങളടുത്ത്? നീ എന്താടാ എന്നെ പഠിപ്പിക്കാൻ നോക്കുക? നന്ദന്റെ കൂടെ നീ വാലായിട്ട് കയറി വന്നപ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വന്നതാ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞോ, കേട്ടോടാ?